നമ്മൾ ഇന്നത്തെ കൗൺസിലിലേക്കുള്ള ഇത് വരട്ടെ, അപ്പം നമുക്ക് നമ്മുടെ നിലപാട് നമ്മൾ വ്യക്തമാക്കും. വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പം UDF-നൊപ്പം നിൽക്കുമോ അതോ LDF-നൊപ്പം? കാര്യങ്ങൾ എന്താണോ ഒപ്പം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അത് നമുക്ക് പ്രയാസമായിരിക്കും. ഇന്ന് UDF മുന്നോട്ട് വയ്ക്കുന്ന ഇതിനോടൊപ്പം ആയിരിക്കും നമ്മൾ ഇന്നത്തെ അജണ്ട വന്നു കഴിയുമ്പോൾ ന്യായമായതൊക്കെ ഇതിൻ്റെ കൂടെ നമ്മൾ ഉറച്ചു നിൽക്കും. ഇന്ന് UDF ചെയർപേഴ്സൻ്റെയും വൈസ് ചെയർപേഴ്സൻ്റെയും ഒക്കെ രാജി ആവശ്യപ്പെട്ടാൽ കലാരാജു ആവശ്യപ്പെടും. അത് അവർ നമ്മുടെ കൂടെ നീതിയുക്തമല്ലാതെ നിൽക്കുന്നിടത്തോളം നമുക്കും അവരുടെ ഒപ്പം നിൽക്കേണ്ടി വരും. അതായത് കൗൺസിൽ സ്ഥാനത്ത് നിന്ന് CPM കൗൺസിലറായിട്ട് പോലും CPM-ന്റെ ചെയർപേഴ്സൻ്റെയും ചെയർമാന്റെ രാജി ആവശ്യപ്പെടുകയാണ്. നടത്തുന്നുണ്ട്. കാരണം അന്ന് മുതൽ എനിക്ക് ഹെൽപ്പായിട്ട് നിന്നത്, കാരണം നമ്മൾ ഒറ്റപ്പെട്ട ഒരാളാണ്. അപ്പം നമുക്ക് കുടുംബത്തിൽ വിധവയായൊരു സ്ത്രീയാണ്. അപ്പം നമ്മളുടെ കൂടെ മനുഷ്യത്വപരമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ കൂടെ നിന്നത് മാത്യു കുഴൽനാടൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെ ആളുകളാണ്. അപ്പോൾ നമുക്ക് അവരെ നിഷേധിക്കാൻ പറ്റില്ല. ഈ കൗൺസിൽ യോഗത്തിൽ ഇനിയിപ്പോൾ അത് നമ്മൾ ഇന്നത്തെ ഇതിൽ ഞാൻ വ്യക്തമാക്കും. നമ്മൾ ഇന്നത്തെ അജണ്ട വരുമ്പം ഞാൻ പറഞ്ഞല്ലോ, ന്യായമായ എന്ത് കാര്യമാണ് ആ കൂടെ ഞാൻ നിൽക്കും, സത്യസന്ധമായ രീതിയിൽ. പത്രസമ്മേളനം കോൺഗ്രസ് MLA-ക്കൊപ്പമാണ്. അപ്പോൾ ഇനിയുള്ള രാഷ്ട്രീയ നിലപാട് കോൺഗ്രസിനൊപ്പമായിരിക്കും എന്നതാണ്. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ അന്ന് മുതൽ ഈ കുഴൽനാടൻ MLA ആയിട്ട് ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ആരോപണമാണല്ലോ മുന്നോട്ട് വന്നത്. അപ്പോൾ അത് തട്ടിക്കൊണ്ടു പോകലൊരു അങ്ങനെയല്ല സംഭവം എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കേണ്ടതുണ്ട്. ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ അവരുടെ ഒരു നാടകത്തിലാണ് ഇപ്പം ജനങ്ങൾ പോകുന്നത്. കാരണം അവർ സൗഹൃദപരമായി കൂട്ടിക്കൊണ്ടുവന്നു, അതിനെ നേരത്തെ തന്നെ കോൺഗ്രസ്സുകാർ തട്ടിക്കൊണ്ടുപോയി എന്നൊരു ആരോപണം ഉണ്ടല്ലോ. അപ്പം നമുക്ക് പാർട്ടി എടുക്കുന്ന തീരുമാനത്തോട് നമ്മൾ രാജിവെക്കുകയല്ല. പാർട്ടി എടുക്കുന്ന തീരുമാനം എന്തോ അതിനനുസരിച്ച് പോകും. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അങ്ങനെ പോകും മുന്നോട്ട്. ഇനി ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമ്മൾ ഇനി നിലനിൽക്കുകയുള്ളൂ. CPM-നൊപ്പം നിൽക്കേണ്ട അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മളോട് ഇതുവരെ അവർ ചെയ്തതിനെ ന്യായീകരിക്കുകയല്ലേ ചെയ്തത് ജില്ലാ നേതൃത്വവും ഭരണ നേതൃത്വവും ഒക്കെ. അപ്പോൾ അതിന് ചിന്തിക്കണം. നാളെ ഒരു സമയത്ത് ആർക്കും എന്തും സംഭവിക്കാവുന്നത്. ഈ സംഭവം നടന്ന് 18-ാം തീയതി നടന്ന് ആ വീട്ടിൽ നിന്ന് പോകുന്ന നടന്നു പോകുന്ന ആളാണ്. പിന്നെ ആശുപത്രിയിൽ പോയി എന്താണ് അഡ്മിറ്റ് ആയത്? കാരണം ഒരാളെ മുറിവല്ല, ഞാൻ പറയുന്നത് മുറിവല്ല അന്നുണ്ടായത്. രാജിവെക്കല്ലേ എൻ്റെ. അപ്പം നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാനത് കാണിക്കേണ്ടടുത്ത് കാണിച്ചിട്ടുണ്ട്. എൻ്റെ ശരീരത്തിന് ഏറ്റ ചതവുകൾ അതെൻ്റെ രാജിവെക്കല ഉറപ്പായിട്ട് രാജിവെക്കല. എല്ലാം അടിച്ചമർത്തി അങ്ങനെ ഇത് ചെയ്യണം അങ്ങനെ പറയുന്നതിനോട് അത് നമുക്കത് ആലോചിക്കാം. വരട്ടെ. രാജിവെക്കല ഇല്ല. രാജിവെക്കുന്നതിനെ കുറിച്ച് ഞാനിപ്പോഴും ചിന്തിച്ചിട്ടില്ല. അത് കോമൺ ആയിട്ട് കോടതി പറഞ്ഞതല്ലേ, പൊതുവായിട്ട്. അപ്പം അങ്ങനെയാണെന്നാലും കഴിഞ്ഞ ടീമുകളിൽ UDF-ലെ കൗൺസിലർമാരെ LDF-ലേക്ക് കൊണ്ടുവന്നതായിട്ട് അവസാന ഘട്ടത്തിൽ ഭരണം നടത്തിയല്ലോ. അപ്പോൾ ഈ നിയമം എന്താ അന്ന് എടുക്കാതിരുന്നത്? ഇത് ഞാനൊരു വനിതയായെന്നും എനിക്ക് പ്രതികരിക്കാൻ ശേഷിയില്ല എന്നതുകൊണ്ടല്ലേ അങ്ങനത്തെ ഒരു നിലപാട് അവരെടുത്തത്, ആക്രമിക്കാൻ സ്ത്രീയെ. അങ്ങനെയാണെങ്കിൽ അതൊരു വാക്കുകളുണ്ട്, അല്ലാതെ ഒരു സ്ത്രീയെ ഒരു പറ്റം ആളുകൾ ചേർന്ന് ആക്രമിച്ച് ഉടുവസ്ത്രം വലിച്ചു പറിച്ചല്ല അതിന് പ്രതികരിക്കേണ്ടതും അത് ആവശ്യപ്പെടണം. അതിനൊക്കെ രീതിയുണ്ട്. രാഷ്ട്രീയ നിലപാട് ഇന്നത്തെ ഇതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ഉറപ്പായിട്ടും. അവിശ്വാസം ന്യായമായ കാര്യമാണെന്നുണ്ടെങ്കിൽ ആ ന്യായത്തിന്റെ കൂടെ നമ്മൾ നിൽക്കും. LDF-നൊപ്പം നിൽക്കാൻ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഇവരുടെ നിലപാടുകൾക്ക് ഞാൻ എതിരായിട്ട് തന്നെ പറയേണ്ടയിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ന്യായമല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഏതെങ്കിലും CPM നേതാക്കൾ അതിനുശേഷം ബന്ധപ്പെട്ടോ? ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നതിന് ശേഷം ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ അവർ പറഞ്ഞു, അവർ വീട്ടിൽ കൊണ്ടുവന്ന അടച്ചിട്ട അത് പൂട്ടിയ വീടിന്റെ കസേര കൊണ്ടിരുത്തിയിട്ട് സേഫാക്കി എന്നെ എത്തിച്ചു എന്ന് അറിയിക്കാൻ വേണ്ടി ആ കസേര കൊണ്ടിരുത്തിയിട്ട് പോയതല്ലാതെ ഇതേ നിമിഷം വരെ ഒരു CPM കൗൺസിലർ ഞാൻ ചെയ്ത തെറ്റാണ് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തത് പൊതുസമൂഹത്തിൽ കലയോട് അങ്ങനെ ചെയ്തത് തെറ്റാണെന്ന് ഇന്ന് വരെ ഒരു ഇത് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പാർട്ടി ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇല്ല, പാർട്ടി ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഈ 18-ാം തീയതിക്ക് ശേഷം ഇന്നാണ് ആദ്യ കൗൺസിൽ യോഗം നടക്കുന്നത്. ഇന്നും ഏതെങ്കിലും തരത്തിലുള്ള CPM പ്രവർത്തകരിൽ നിന്ന് കയ്യേറ്റം ഉണ്ടാകുമെന്ന് കൗൺസിൽ പ്രതീക്ഷിക്കുന്നുണ്ട്? നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും 1200-ഓളം പേരുണ്ടായിരുന്നു. അവർ തന്നെ സമ്മതിച്ചു. അത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഇത്രയും ചെയ്യാമെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും ഒരു സ്ത്രീ ഇന്നുണ്ട്. എന്നാലും അക്രമം പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ?
ഇല്ല 100% ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു ഇല്ല. എന്നാലും CPM-ന്റെ ഒരു അക്രമം പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നും. ഉറപ്പായിട്ടും എനിക്ക് പേടിയുണ്ട്, ഭയമുണ്ട്. കൗൺസിലർ സ്ഥാനം രാജിവെക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇവരുമായി സഹകരിച്ചു പോകാൻ പറ്റുക? അത് നമുക്ക് ഇതിന്റെ നിയമ നടപടികളുണ്ടല്ലോ. അപ്പം അതിന് നിയമത്തിന്റെ നടപടികളുണ്ടല്ലോ. അപ്പം നമ്മൾ ഒരിക്കലും നിയമത്തിനെതിരായിട്ട് നിൽക്കില്ല. അപ്പം ആ രീതിക്ക് പോകും. അങ്ങനെ എന്താണോ അതിനനുസരിച്ച് പോകും. ഒരു തരത്തിലും CPM-മായി സഹകരിക്കാൻ പറ്റില്ല. സഹകരിച്ചു പോകാൻ പ്രയാസമാണ്.